സിനിമ എന്താ പറയുന്നില്ല, നിങ്ങളൊക്കെ പറയുന്നത് എനിക്കും പറയാനുള്ളത്. നന്നായിട്ടുണ്ട്, കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇതിനകത്ത് എല്ലാവർക്കും നല്ല കയ്യടിയുണ്ട്, ചിരിയുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ വളരെ സന്തോഷം. അതെ അതെ, അല്ല അത് അങ്ങനെയാണല്ലോ. ഒരിക്കൽ ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ചിരി കിട്ടും. ഇതിനകത്തിപ്പോ ബംഗാളി ക്യാരക്ടർ ചെയ്ത് അദ്ദേഹത്തിനൊക്കെ നല്ല ചിരിയുണ്ട്. ഞാൻ ഇതിന് മുമ്പ് നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയില് എല്ലാവർക്കും ചിരിയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത് പറയുന്ന കൗണ്ടർ പറയുന്ന എല്ലാവർക്കും ചിരിയാ. അതൊരു വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഞാൻ വന്നില്ലല്ലോ ഇവിടെ. ഞാൻ പൊതുവേ എനിക്ക് ആദ്യത്തെ ഷോ കാണാൻ എനിക്ക് അതിനുള്ള ചങ്കൂറ്റുമില്ല, അതുകൊണ്ട് ഞാൻ വരാറുമില്ല. പക്ഷെ ഇതിപ്പോ അവർ നിർബന്ധിച്ച് അങ്ങനെ ഞാനൊന്ന് ലാസ്റ്റ് ടൈം വന്നതാണ്. എന്തായാലും സന്തോഷം. ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കോമ്പൊക്കെ വരുമ്പോ നല്ല കയ്യടി, നല്ല എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. കാരണം ഒന്നാമത് സാധാരണ പ്രീമിയർ ഷോ കാണുന്ന പോലെ ആയിരുന്നില്ല എന്ന്. തിയേറ്ററിലെ ഓഡിയൻസ് ആയിട്ട് ഒരുപാട് കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവരോടൊപ്പം ഇരുന്നിട്ടാണ് നമ്മൾ സിനിമ കണ്ടത്, ആ ഫസ്റ്റ് ഷോ കണ്ടത്. അപ്പോൾ ആ റിയാക്ഷൻ കാണാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ എല്ലാ പാർട്ടിലും ഇപ്പൊ ബാബുരാജേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡി വർക്കാവും ഒന്നും ആലോചിക്കാത്ത സ്ഥലത്തൊക്കെ ചിരിയുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. ഇനി പോകെ അറിയണം. ഇന്നിപ്പോ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഒരുപാട് +2 പഠിക്കുന്ന കുട്ടികളാണ് വന്നത്. അപ്പം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ ചിരിയെന്നും റിയാക്ഷൻസിനും നേരിട്ട് കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനി നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷ്. നിങ്ങളെല്ലാവരും അതിനെ ഏറ്റെടുത്ത് കണ്ട് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയാ. താങ്ക് യു സോ മച്ച്. ബാബുരാജേട്ടനാണ് പോകുമ്പോൾ അപ്പോ ബാബുരാജേട്ടൻ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇത്ര അക്സെപ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു ക്യാരക്ടർ? അക്സെപ്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെ പ്രതീക്ഷ അങ്ങനെ ഒന്നുമല്ല. മൊത്തത്തിൽ ഇതിന്റെ കഥ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇങ്ങനൊരു ലവ് സ്റ്റോറീസ് പറയുന്നു എന്നുള്ളതും ഒരേ ഏജിലുള്ള ലവ് സ്റ്റോറി ഒന്നല്ല. അപ്പൊ അതെനിക്ക് വ്യത്യസ്തതയോട് തോന്നിയായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ വർക്ക് ആവും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു ഉറപ്പായിട്ടും. അല്ലാണ്ട് ഇത് ഇങ്ങനെ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയോ കാര്യങ്ങളോ അല്ലല്ലോ. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ കൊള്ളാലോ, ഇത് വേറൊരു തരത്തിലാണല്ലോ ഉള്ളത്, ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ചിന്തയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും സന്തോഷം, ഒത്തിരി സന്തോഷം.